ആദർശ് കൊല വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പുഷ്പയുടെ റിവ്യൂവിൽ. അത്രയ്ക്കും ഞാൻ കണ്ടിട്ടില്ല പടം. ഞാൻ പടം എങ്ങനെയുണ്ട് കാണാതെ നമുക്കൊരു ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ തന്നെയുള്ള ജോത്സ്ന ഈ പടം കണ്ട് കൃത്യമായി ഒരു റിവ്യൂ ഒക്കെ ഇട്ട് അത് കൂടി ഞാൻ ജോത്സ്നയോട് സംസാരിച്ചിട്ട് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ആദർശ് ഫസ്റ്റ് ഷോ തന്നെ കണ്ട് ആ പടം വളരെ മോശമാണ്, അല്ലെങ്കിൽ വളരെ നിരാശപ്പെടുത്തുന്നതാണെന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരുന്നത്. അത്രയും മലയാളി ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു പടമാണോ പുഷ്പ 2? ഇപ്പോൾ അല്ലു അർജുൻ്റെ ഏറ്റവും അടുത്ത ഫാനായിട്ടുള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞത് സെക്കൻഡ് ഹാഫ് വൻ നിരാശാജനകമായിരുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സിനിമയിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പം എല്ലാ സിനിമയും നമുക്ക് ഓസ്കറിന് അയക്കാനോ അല്ലെങ്കിൽ നാഷണൽ അവാർഡിന് അയക്കാനോ വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വരുന്നൊരു സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ആ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ധർമ്മമെങ്കിലും നിറവേറ്റാൻ കഴിയണം എന്നുള്ളതാണ്. ഇവിടെ ആ സിനിമ അതിൽ നിന്ന് പോലും വ്യതിചലിച്ചു പോയി എന്നുള്ളതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതായി പോകുന്നത്. ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സിനിമ പോകുന്നത് ഒരു സ്പൂഫ് മട്ടിലാണ് പലപ്പോഴും പോകുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് എത്തുന്നതോടുകൂടി അതൊരു കംപ്ലീറ്റ് സീരിയലായി ഒരു കുടുംബനാഥൻ്റെ റോളിലേക്ക് അല്ലു അർജുൻ മാറുന്ന രീതിയിലേക്ക് ആ സിനിമ പോകുന്നുണ്ട്. അപ്പം അതൊരു നിരാശാജനകമായ കാര്യമാണ്. ഇപ്പോൾ ഒരു സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അശ്വന്ത് കോക്കിൻ്റെ ഇതിൻ്റെ റിവ്യൂ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാൻ പിന്നെ പ്രതീക്ഷിക്കും ഇദ്ദേഹം ഈ അശ്വന്ത് കോക്കൊക്കെ സാരി കൊടുത്ത് വന്നിരുന്ന് ഈ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പൂഫും അതിൻ്റെ ഒരു ഏറിക്കേറ്റലും അതിൻ്റെ ഒരു രസമെങ്കിലും പിന്നീട് ആസ്വദിക്കാമല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററിൽ പോയിരുന്നിട്ടാണെങ്കിലും ആ സിനിമയിൽ ചില രംഗങ്ങൾ വരുമ്പോൾ അതൊരു തമാശയായി മാറുകയാണ്. ഇപ്പം ആദ്യത്തെ ഇതിൽ തന്നെ ഒരു ഫൈറ്റ് സീനുണ്ട്, വളരെ ഗംഭീരമായ വിഷ്വലൊക്കെ ഉള്ള ഒരു ഫൈറ്റ് സീനാണ്. പക്ഷേ ഒരു 10 മിനിറ്റോളം ആ ഫൈറ്റ് സീൻ വന്നിട്ട് പിന്നീട് ആ സിനിമയിൽ അതാണ് ജപ്പാനിലുള്ള ഫൈറ്റ് സീൻ, ജപ്പാനിലുള്ള ഒരു ഫൈറ്റ് സീനാണ്. പക്ഷേ പിന്നീട് ആ സിനിമയുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഒരു പക്ഷേ മൂന്നാം ഭാഗത്തിൽ അതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതിന് ആ സിനിമ നിരാശജനമാണ്. പിന്നെ ഈ നാഷണൽ ക്രഷ് എന്ന് പറഞ്ഞ രശ്മി മന്ദാന ഈ സിനിമയിൽ ആക്ച്വലി ഒരു നാഷണൽ ക്രിഞ്ചായി മാറിയിരിക്കുകയാണ്. ഒരു എല്ലാ സീനുകളിലും ഒരേ റിപ്പീറ്റേഷനും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രകാശ് രാജ് പാണ്ടിപ്പട സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് റൊമാൻസ് വരുന്നതാന്ന് പറയുന്ന പോലെയാണ് രശ്മിക സിനിമയിൽ വന്നിട്ട് ഫീലിങ്സ് വരുന്നതാന്ന് പറഞ്ഞത്. അതിൻ്റെ റിപ്പീറ്റേഷനും പിന്നെ വെറുതെ ഇരിക്കുന്ന അല്ലു അർജുൻ്റെ കഥാപാത്രത്തെ എരിയേറ്റി വിട്ട് അടിയുണ്ടാക്കിക്കാൻ വിടുന്ന ഒരു പരിപാടിയും അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഈവൻ നമ്മളൊരു ലോജിക്ക് വെച്ചിട്ടൊന്നും അല്ല ഈ സിനിമയെ നോക്കുന്നത്. അങ്ങനെ കാണുന്ന ഒരു സിനിമയല്ലേ. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ സിനിമയിലൊന്നും അല്ലാതാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഒരു ഫൈറ്റ് സീനും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിലും ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുക്കാത്തതിൻ്റെ പേരിലൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ തന്നെ താഴെ ഇടുന്ന രീതിയിലുള്ള സിനിമ, അല്ലെങ്കിൽ ഇപ്പം ഫഹദ് ഫാസിൽ അത്ര ഗംഭീര നടനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് പോലും പലയിടങ്ങളിൽ പെർഫോം ചെയ്യാൻ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ തന്നെ ഫഹദ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് പലയിടത്തും വരുന്നു. അത്തരത്തിൽ ആ സിനിമയ്ക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കളക്ഷൻ വൈസ് എങ്കിലും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നിട്ട് അത് നിറവേറ്റാൻ കഴിയാതെ പോയി. ഓരോരോ ഭാഗത്തേക്ക് ഫഹദ് ഫാസിൽ, രശ്മിക, നമുക്ക് ഓരോരോ ഭാഗത്തിലേക്ക് വരാം. ഞാൻ